നെയ്യാറ്റിൻകരയിൽ അമ്മയും മക്കളെയും ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൽ ദുരൂഹതയേറുകയാണ്. രമ്യയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തുവെങ്കിലും ഇതിൽ പങ്കില്ല എന്നാണ് പ്രാഥമിക നിഗമനം. രമ്യയുടെയും ഭർത്താവിന്റെയും ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വീടിന് സമീപത്തെ CCTV കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകാനുണ്ട്. അശ്വിൻ, ഒരു കാര്യത്തിൽ സംശയമില്ല, ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്. ഉദ്ദേശം ഈ രണ്ട് മക്കളെയും അമ്മയും അപായപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഈ ഭർത്താവല്ല എങ്കിൽ മറ്റാരാവാനാണ് സാധ്യത? CCTV-യിൽ നിന്ന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഈ അമ്മയും മക്കളും എന്തെങ്കിലും സംശയം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? ഷിഹാസ്, നമ്മൾ ചില ഇംഗ്ലീഷ് ചിത്രങ്ങളിലൊക്കെ ഇതുപോലുള്ള സംഭവം കണ്ടിട്ടുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം കേരളത്തിൽ സംഭവിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഈ ഒരു വീട്ടിൽ, മഞ്ചവിളാകം സ്വദേശിയായിട്ടുള്ള രമ്യയുടെ വീട്ടിലാണ് ഇത്തരത്തിൽ മകന്, 13 വയസ്സുകാരനായ മകന് വാതിൽ തുറക്കുന്നതിനിടെ വൈദ്യുതാഘാതം ഏൽക്കുന്നത്. ആദ്യം ഇതൊരു പണി തീരാത്ത വീടാണ്. ആദ്യം ഈ വീട്ടിലുണ്ടായിരുന്നവർ വിശ്വസിച്ചിരുന്നത് ഒരു പക്ഷേ വയറിങ്ങിലുണ്ടായ ഒരു അപാകതം മൂലം വാതിൽ നിന്ന് ഷോക്കേറ്റതാകാം എന്നുള്ളതായിരുന്നു രമ്യ കരുതിയിരുന്നത്. തുടർന്ന് വീടിന് പിൻവാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ മനഃപൂർവ്വമായി ആരോ വൈദ്യുതി കണക്ഷൻ ഫ്രണ്ട് ഡോറിലേക്ക് കൊടുത്തിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ആ മീറ്ററിൽ നിന്നും ഒരു വയർ ഉപയോഗിച്ച് നേരെ ഈ വാതിലിന്റെ മുൻവശത്തുള്ള ഇരുമ്പ് ലോക്കിലേക്ക് കണക്ഷൻ കൊടുത്തതായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും അയൽവാസികളുമൊക്കെ ഓടിയെത്തിയാണ് ഈ ഒരു വിവരം അറിയുകയും അത് പോലീസിനെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ ആദ്യ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഭർത്താവിന് നേരെയായിരുന്നു അന്വേഷണം പോയിരുന്നത്. കാരണം 8 വർഷത്തോളമായി ഈ രമ്യയും ഭർത്താവ് സജിയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. പക്ഷേ അവർ നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ അല്ലാതെ പിരിഞ്ഞു താമസിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവിലേക്കാണ് ആദ്യം സംശയം പോയിരുന്നത്. സ്വാഭാവികമായും മാരായമുട്ട പോലീസ് ഈ ഭർത്താവ് സജിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞിരുന്ന മൊഴിയെല്ലാം പോലീസ് 2 വട്ടം പരിശോധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ 2 പരിശോധനയിലും ഇയാൾ പറഞ്ഞ ഈ മൊഴി അത് വാസ്തവമാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്തൊന്നും ഇയാൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി അയാളുടെ വർക്ക് സ്പേസിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ ഇത് ആരാണ് ചെയ്തത് എന്നൊരു ചോദ്യത്തിന് പോലീസിന് ഇപ്പോഴും കൃത്യമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിലവിലിപ്പോൾ ആദ്യമുണ്ടായിരുന്ന ഈ ഒരു സംശയത്തിന്റെ പട്ടികയിലുണ്ടായിരുന്നത് ഈ ഭർത്താവായിട്ടുള്ള സജിയാണ്. സജി പറഞ്ഞതനുസരിച്ച് പോലീസ് കൃത്യമായി പരിശോധന നടത്തിയെങ്കിൽ പോലും ഇത് സജി അല്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ആര് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.